കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം. മൂടുക രോമഹർഷങ്ങളാ മൂടുകീ കൈനഖവടുക്കൾ കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം. ചൂടുക വാരിയെടുത്തു നീ ചൂടുകീ പല്ലവപുടങ്ങൾ കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പസദസ്സിൽ കൗമാരം കൊരുത്തതാണീ മാല്യം. എന്താ ദേവരാജ മാസ്റ്റർ സോങ് സെലക്ട് ചെയ്യാൻ പാടായിരുന്നോ? കൺഫ്യൂഷൻ ആയിരുന്നു ഏത് സെലക്ട് ചെയ്യുമെന്ന്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ടൈം കുറച്ച് പാളിച്ചകളൊക്കെ പറ്റി, ഇത്തവണ അതൊക്കെ സോർട്ട് ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? രണ്ട് സ്ഥലത്ത് പോയോ? ഏത് സ്ഥലത്തിൽ പോയി? രണ്ട് സ്ഥലത്ത് പോയോ എന്നൊരു സംശയം. നോക്കട്ടെ, കറക്റ്റ് ആണോ നോക്കട്ടെ. ആദ്യം നോക്കാം. ആദ്യത്തെ സ്ഥലം അനുപല്ലവിയില് സ്വർഗസോപാനത്തിൽ, ചരണത്തില് പുഷ്പതുണീരവ്. പെർഫെക്റ്റ്.
പെർഫെക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ. നമ്മുടെ സൂപ്പർ സ്റ്റാർസ് അല്ലേ അവര്, കിഡുവാണ്. അപ്പൊ അവർക്ക് അറിയാം എവിടെ തെറ്റിപ്പോയി, എവിടെ പോയി, വിട്ടുപോയി, കൈവിട്ട്. സൂപ്പർ. ചോദിക്കാം നമുക്ക് ഇനി വേറെ എവിടെയെങ്കിലും കൈവിട്ട് പോയിണ്ടോ ചോദിക്കാം. ചേച്ചി ചക്രേ, എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചക്രേ. എനിക്ക് പല്ലവി അസാധ്യമായിരുന്നു കേട്ടോ. താങ്ക് യു മാം. വളരെ കളക്റ്റഡ് ആയിട്ട് അതൊരു നല്ലോണം പാടി, ഒരു നല്ല കമ്പോസറോട് പാടി. അത് ചരണത്തില് ഈ പറഞ്ഞ മാതിരി തന്നെ ഈ സ്വർഗ സോപാനത്തിൽ അത് ഒന്ന് പാടി ഇപ്പൊ കറക്റ്റായിട്ട് പാടി കേൾപ്പിക്കാമോ? സ്വർഗസോപാനത്തിൽ നിന്നു നീ എന്തിനീ മഗ്ദലനയിൽ വന്നു, എൻ്റെ മഗ്ദലനയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ മൂടുക മൂടുക രോമഹർഷങ്ങൾ, അത് മൂടുക മൂടുക രോമഹർഷങ്ങളാൽ മൂടുകി കൈനഖവടുക്കൾ. നേരത്തെ പാടിയപ്പോ തരാരേ അതൊന്ന് കറക്റ്റ് ആയിട്ട് സെറ്റിൽ ആയില്ല. പക്ഷെ ചരണത്തില് ഇപ്പൊ പാടിക്കോ ലാസ്റ്റ്. മൂടുകി കൈനഖവടുക്കൾ കൈനഖവടുക്കൾ മൂടുകി കൈനഖവടുക്കൾ വടുക്കൾ. കുറച്ചുകൂടി അതൊന്ന് നന്നാക്കാമായിരുന്നു. പക്ഷെ ഇത് ചരണത്തിൽ വന്നപ്പോ അസാധ്യമായിരുന്നു. പുഷ്പ, പക്ഷെ ഇത് ഈ ആദ്യത്തെ ലൈൻ നിഷാദവും പിന്നെ ഈ മുളച്ചു ഷഡ്ജമത്തിൽ പോയി നിൽക്കുന്നത് അത് അസാധ്യമായിട്ട് പാടി. അതിന്റെ ശ്രുതിസുത്തം ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. സ്വരസ്ഥാനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതൊന്ന് പാടി കറക്റ്റ് ആക്കാം നമുക്കപ്പോ. പുഷ്പതോണീരവം കൊണ്ടു നീ എന്തിനീ പിന്നെ ആ സംഗതിയും കുറച്ചൊന്ന് ഫീൽ ചെയ്ത് പാടാല്ല. പുഷ്പതോണീരവം കൊണ്ടു നീ എന്തിനീ പുഷ്കരിണിയിൽ വന്നു, കണ്ണുനീർ പുഷ്കരിണിയിൽ വന്നു. ഇപ്പൊ വന്നു കറക്റ്റ് ആയിട്ട് വന്നു. ചക്രേ, എനിക്ക് എപ്പോഴും ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞാൻ പറഞ്ഞു അല്ലേ, എന്തോ ഉണ്ട് മോളുടെ വോയിസിലെന്ന്. ആ ഒരു വസീകരം എന്തോ ഉണ്ട്, അതൊരു മാജിക് ആണ്. ഈ വാക്കുകളൊക്കെ ശ്രുതിയൊക്കെ എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ ചിലപ്പോ അത് നമ്മളെ മനസ്സ് തൊടുന്നില്ല അല്ലേ. പക്ഷെ മോളെന്ത് പാടിയാലും അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങനെ ഉള്ളിൽ പോകുന്നു. അപ്പൊ അത് അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. അപ്പൊ അത് ഈ പെർഫെക്ഷൻ ഒന്ന് ഫുള്ളായിട്ട് കിട്ടിയാ ഒരു രക്ഷയില്ല. കിഡു, നല്ല പെർഫോമൻസ്. ഹായ് മോളെ. ഹായ് സർ. സുഖാണോ മക്കൾക്ക്? സുഖം. മക്കള് പറഞ്ഞേ ഇതിന്റെയൊക്കെ ഇത് ആരാ ചെയ്തതെന്നൊക്കെ ഒന്ന് പറ. ലിറിക്സ് വയലാർ രാമവർമ്മ സർ, പിന്നെ മ്യൂസിക് ചെയ്തത് ജി ദേവരാജൻ മാസ്റ്റർ, പാടിയത് സുശീലാമ്മ. അതെന്തൊരു അത് മതി, ഇത് മതി നമുക്ക്. അത് സുശീലാമ്മ എന്ന് പറഞ്ഞാൽ മോളെ ഇത്രയ്ക്ക് ശ്രുതി ചേർത്ത് പാടുന്ന ഒരു ജീവനുണ്ടോ നമ്മൾ തേടി തപ്പി അലയേണ്ടി വരും. അത്ര പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ. അപ്പം മക്കൾ ഉഗ്രമായിട്ട് പാടി, അത് ആദ്യം പറയാം. നന്നായിട്ട് പാടി മോളെ, എനിക്കത് കുറെ ഇഷ്ടമായി മോളെ. ആ നിർമാല്യം അത് കുറച്ചും കൂടെ നല്ല സുഖമായിട്ട് പാടാമോ? നിർമാല്യം ഞാൻ നിർമാല്യം. മോളെ അങ്ങനെ സൂക്ഷിക്കും. അത് കുറച്ച് ഇപ്പോൾ ഒട്ടും കേൾക്കാണ്ടാവും കേട്ടോ. കുറച്ച് നേരം കേൾക്കാം. നിർമാല്യം, നിർമാല്യം. അപ്പൊ നമ്മൾ പാടാം. അത് കുറച്ച് ഇച്ചിരി എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ചിലപ്പോൾ നിർമാല്യം പെട്ടെന്ന് ഒരാൾ ബൈക്ക് ഓടിച്ച് വരുന്ന പോലെ ഇരിക്കും. അങ്ങനെ വരരുത് കേട്ടോ. അതൊരു ഫ്ലോ കുറച്ചും കൂടെ ആവാനും തോന്നി. ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോ. പിന്നെ സ്വർഗ അത് പാടിയല്ലോ അല്ലേ? എനിക്കൊന്ന് വരട്ടൊക്കെ പാടി. പാടി. ആ മഗ്ദലനയിൽ വന്നു എന്നുള്ള ആ ബൃഹായ് മോക്ക് അത്ര ശരിയായില്ല ആദ്യം പാടിയപ്പോ അല്ലേ? അത് പാടിയപ്പോ മഗ്ദലനയിൽ വന്നു. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ മോനെ. ആദ്യം വന്നില്ല കേട്ടോ, ആദ്യം വന്നില്ല. അതുപോലെ ഈ ചരണത്തിന്റെ സെക്കൻഡ് ലൈൻ ഒന്ന് പാടാമോ?
മനസ്സിൽ അതല്ല. അത് തന്നെ. പനി നീർ തളിച്ചു വീണ്ടും എന്തിനി തിനിത്തളുകൾ മുളച്ചു. മുകളിലായതുകൊണ്ട് മോളെ മുളച്ചു എന്നുള്ളത് കേൾക്കണം. മുളച്ചു. അത് മോള് കുറച്ച് ഇച്ചിരി സ്ട്രെയിൻ എടുത്താൽ മതി ആ കേൾക്കാൻ വേണ്ടി. അപ്പം മക്കൾ അത് ഒന്ന് മനസ്സിൽ വെച്ചോ കേട്ടോ. അപ്പം മക്കളെ നല്ലൊരു പാട്ട്, ബ്യൂട്ടിഫുൾ സോങ് മക്കളെ എടുത്തോണ്ട് വന്ന് നന്നായിട്ട് തന്നെ പാടി. നീ പറഞ്ഞ വാക്കിനൊരു വിലയുള്ള കുട്ടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ചേട്ടോ അടിച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്. ധ്രുവമോളെ എന്തോ എല്ലാം ഇവര് പറഞ്ഞു കഴിഞ്ഞു, എല്ലാം ഡണ്ണാണ്. പിന്നെ മാം പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട്, മോളുടെ വോയിസിൽ ഒരു ഭയങ്കര ചാമുണ്ട് കേട്ടോ. എന്തോ ഒരു മാഗ്നറ്റിക് പരിപാടിയുണ്ട്, ഭയങ്കരമായിട്ട് നമ്മളങ്ങ് അട്രാക്റ്റഡ്. അതിങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. അത്രേ ഉള്ളൂ മോളെ, ദാറ്റ്സ് ഇറ്റ്. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. എന്തായാലും ഈ പറഞ്ഞ പോലെ വാക്ക് പാലിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ശരത് സാർ. യെസ് സാർ. മക്കളെ എന്തോ 8.8 മാർക്സ്. താങ്ക് യു താങ്ക് യു ശരത് സാർ. ഷാനിക്ക 8.8. താങ്ക് യു സർ. ഷാനിക്ക. So total 17.6. All the best.